ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 2 ഇൻ ബാങ്കോക്ക്. റിലാക്സിങ്ങും ഷോപ്പിംഗും ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഡേ പോകാൻ പോകുന്നത് നമ്മൾ സൈറ്റ് സീയിങ്ങിനാണ് കേട്ടോ. ബാങ്കോക്ക് ജസ്റ്റ് സ്ട്രീറ്റ് ഫുഡും നൈറ്റ് ലൈഫും മാത്രമല്ല, ഇറ്റ്സ് എ സിറ്റി വെർ എവറി ടെമ്പിൾ ടെൽസ് എ സ്റ്റോറി. സോ ടുഡേ ഐ എം ടേക്കിംഗ് യു ത്രൂ 3 മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലാൻഡ്മാർക്സ്: ദ ഗ്രാൻഡ് പാലസ്, വാട്ട് പോ ആൻഡ് വാട്ട് അരുൺ. അപ്പം നമ്മൾ ആദ്യം പോയത് ഗ്രാൻഡ് പാലസ് ആൻഡ് എംറാൾഡ് ബുദ്ധ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ. ഗ്രാൻഡ് പാലസ് ആൻഡ് എംറാൾഡ് ബുദ്ധ എൻട്രി ചെയ്യാൻ 500 ബാത്ത് ആണ് കേട്ടോ നമ്മൾ പേ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ കാർഡ്സ് ആണ് മാക്സിമം യൂസ് ചെയ്യണം നല്ലത് കേട്ടോ. മണി നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ മതി. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂറുണ്ട് കേട്ടോ ഈ ഗ്രാൻഡ് പാലസും എമറാൾഡ് ബുദ്ധയുടെ ടെമ്പിളും ഒക്കെ നമുക്ക് കണ്ടിറങ്ങാൻ. പക്ഷെ അത് ഒട്ടും ഒരു ലോസ് അല്ല. ഈ ആർക്കിയോളജിക്കൽ ബ്യൂട്ടി അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്കലി ഇത് ബിൽഡ് ചെയ്തിരിക്കുന്ന, ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഓരോ എലമെന്റ്സ് നമുക്ക് വിറ്റ്നസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ ഇവര് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഷോൾഡറും ലെഗും ഒക്കെ കവർ ചെയ്യുന്ന ക്ലോത്ത്സ് വേണം കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ചരിത്രത്തിലേക്ക് കടന്നാലോ. ഇത് ആക്ച്വലി 1782 ബിൽഡ് ചെയ്തത് കേട്ടോ. ഒഫീഷ്യലി ഇത് ആക്ച്വലി തായ് കിങ്സിന്റെ ഒരു റെസിഡൻസ് ആയിട്ടാണ് ഒരു 150 കൊല്ലമായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇത് ആക്ച്വലി ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജസ്റ്റ് ബ്ലെൻഡ് ഓഫ് തായ് ക്രിയേറ്റിവിറ്റി ആൻഡ് സ്പിരിച്വൽ സിംബോളിസം. ഈ പാലസിന്റെ ഇൻസൈഡ് ആണ് ഈ ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ ഉള്ളത് കേട്ടോ. ഇതിനെ വാട്ട് പ്രാ ക്യൂ എന്നും പറയും. എമറാൾഡ് ബുദ്ധ ഇത് ആക്ച്വലി മെയ്ഡ് ഓഫ് എമറാൾഡ് അല്ല, ഇറ്റ്സ് ജസ്റ്റ് കാർവ് ഫ്രം എ സിംഗിൾ പീസ് ഓഫ് ജേഡ്. അത് നമ്മളൊരു പ്രൊട്ടക്ഷന്റെ സിമ്പിൾ ആയിട്ടും ഒരു പ്രോസ്പെറിറ്റി, തായ്ലൻഡിന് തന്നെ ഒരു പ്രോസ്പെറിറ്റി ആയിട്ടാണ് ഇവർ ആചരിച്ചു വരുന്നത് കേട്ടോ. അപ്പം ഇതേപോലത്തെ നമുക്കൊരു ബുക്ക്ലെറ്റ് കിട്ടും. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വാട്ട് പോയിലേക്കാണ്. ഇത് നമ്മുടെ റിക്ലൈൻഡ് ബുദ്ധയുടെ ടെമ്പിൾ ആയിരുന്നു കേട്ടോ. അവിടെ നമ്മൾ അധികം സ്പെൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല വിശപ്പ് വന്നുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഈ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള സ്ഥലം നോക്കി എടുക്കണം. അപ്പം നല്ല അടിപൊളി ഫുഡ് കിട്ടും. ഞങ്ങൾ കഴിച്ചത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ പാത്രത്തിൽ കുറച്ച് വെള്ളം തരും കേട്ടോ. ഇത് നമ്മുടെ കൈ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫെറിയിലേക്കാണ് കേട്ടോ. ഈ ഫെറി പിടിച്ച് നമുക്ക് പോകേണ്ടത് നമ്മുടെ 3rd ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വാട്ട് അരുണിലേക്കാണ് കേട്ടോ. ഇതാണ് ചാവോ പ്രായ റിവർ. ഈ റിവർ കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെറി യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു 5 to 10 minutes എടുക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നേരെ ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകുന്നത് വാട്ട് അരുണിലേക്കാണ് കേട്ടോ. ഇവിടെ 200 ബാത്താണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. ഇങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കറിയാം ഫുൾ ഷൂട്ടിംഗ് ആയിരിക്കും. എല്ലാ ആൾക്കാരും ഇവിടുത്തെ ഒത്തന്റിക് ഡ്രസ്സസിൽ ഡ്രസ്സപ്പ് ചെയ്ത് ഇവിടെ ഫോട്ടോഷൂട്ട്സ് ആയിരിക്കും കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ വാട്ട് അരുൺ. ദിസ് ഇസ് ദ ടെമ്പിൾ ഓഫ് ഡോൺ. അരുൺ എന്ന് പറയുന്നത് തന്നെ സൂര്യൻ എന്നാണ് അർത്ഥം. അപ്പം സൂര്യന്റെ ഒരു ടെമ്പിൾ ആയിട്ടാണ് ഇവരിത് കൊണ്ടാടുന്നത് കേട്ടോ. ഈ ടെമ്പിൾ ആക്ച്വലി ലൈറ്റിനെ ബ്യൂട്ടിഫുള്ളി ക്യാച്ച് ചെയ്യുന്ന പറയുന്നത്. ബിക്കോസ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ സ്റ്റോൺസും എലമെന്റ്സും ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന പറയുന്നത്. നോർമലി അല്ലെങ്കിൽ സൺസെറ്റിന്റെ സമയത്തും അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇത് കൂടുതലും ഇതിന്റെ ബ്യൂട്ടി അറിയുന്നത് പറയും. ഇത് മസ്റ്റ് വിസിറ്റ് ആയിട്ടും പോകണം. ബിക്കോസ് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു 4 മണി ആവുമ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ വന്ന് റെസ്റ്റ് എടുത്ത് ഒരു 7-7:30 ആകുമ്പോൾ നമുക്ക് മസാജിന് പോകണം കേട്ടോ. ഇവിടെ വന്ന് നിങ്ങൾ എന്തായാലും ഒരു ഫുഡ് മസാജ് എങ്കിലും എടുക്കണം. ബിക്കോസ് അത്ര റിലാക്സിംഗ് ആണ്, ഭയങ്കര ചീപ്പും ആണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കൗസാൻ റോഡിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഫ്രം ട്രാഫുഡേ.